പ്രിയ സുഹൃത്തുക്കളെ, നമ്മളെല്ലാം ക്രിസ്ത്യാനികളായി ഇവിടെ തുടരുന്നു. ഈ ജാതി ചെറ്റത്തരം കാണിക്കുന്ന ഷൈജു ആന്റണി എന്ന് പറയുന്ന ഈ നാറിയെ നമ്മൾ എന്തിനാണ് ചുമക്കേണ്ടത്? എറണാകുളം അതിരൂപതയിൽ ഒരു കുർബാന വിഷയത്തിൽ മാർപ്പാപ്പയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഇവൻ മാർപ്പാപ്പയെ അനുകൂലിക്കുന്ന ബിഷപ്പുമാരെയും മെത്രാന്മാരെയും തെറി പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ കേരളത്തിൽ സീറോ മലബാർ സഭയെ ജനങ്ങളുടെ മുമ്പിൽ വെറും നാണം കെട്ട ഒരു സഭയാക്കി മാറ്റിയതിന് ഏറ്റവും മുഖ്യധാര വഹിച്ച ഈ നാറി ഷൈജു ആന്റണി എന്ന് പറയുന്ന ഇവൻ ചാനലുകളിൽ പോയിരുന്ന് സഭയുടെ ഉള്ളിൽ ഒതുങ്ങേണ്ട കാര്യങ്ങൾ പുറം ലോകത്ത് വിളിച്ചു പറഞ്ഞ് ഇവൻ ഏതോ പച്ചിലപ്പുഴുക്കളുടെ സാന്നിധ്യത്തിൽ വലിയ ആളാവാൻ വേണ്ടി സഭയെ തകർക്കാൻ വേണ്ടി ഒരുമ്പെട്ടവനായി പുറപ്പെട്ടു. അങ്കമാലി അതിരൂപത ചിഹ്ന ഭിന്നമാക്കി വിശ്വാസികളെയും അച്ഛന്മാരെയും തമ്മിലടിപ്പിച്ച് ഇടവക രണ്ടായി പിരിച്ച് എന്നും സ്വർണോസുമെ വളരെ പരിശുദ്ധമായി നമ്മൾ കണക്കാക്കിയിരുന്ന സ്വർണോസുകളിൽ കുർബാന സമയത്ത് അടിയും ഇടിയും അൾത്താരയിലും മറ്റും ബഹളമുണ്ടാക്കി അതെല്ലാം ഈ ഫേസ്ബുക്ക് വഴിയും മാധ്യമങ്ങൾ വഴിയും പുറം ലോകത്തെ കാണിച്ച് ഇടികൂടുന്ന ആടുകളിൽ നിന്ന് ചോര ഊറ്റിക്കൊടുക്കുന്ന കുറുക്കനായ ഈ നാറി വീണ്ടും തെറി പറഞ്ഞുകൊണ്ടും ബിഷപ്പുമാരെ ചീത്ത പറഞ്ഞുകൊണ്ടും മാർപ്പാപ്പയെ അധിക്ഷേപിച്ചുകൊണ്ടും നടന്ന ഇവൻ എങ്ങനെ പാസ്റ്റർ കൌൺസിൽ നേതാവായി അങ്കമാലി അതിരൂപതയിൽ വന്നു? പാമ്പ്ളാനി പിതാവും തട്ടിലച്ചനും ഇപ്പം ശ്വാസമടക്കി മിണ്ടാതിരിക്കുന്നു. ഇവൻ എന്താണ് ചെയ്തത്? ഇത് മനസ്സിലാക്കാതെ ഇവന്റെ കൂടെ നടക്കുന്ന അതിരൂപതയിലെ കുറെ ആളുകൾ എന്തോ നക്കി തിന്നാൻ കിട്ടിയതിന്റെ പേരിൽ മാർപ്പാപ്പയെ ധിക്കരിച്ചുകൊണ്ടുള്ള കുർബാനയ്ക്ക് അനുകൂലമായി രൂപതയിലുള്ള അധ്യക്ഷന്മാരെ തെറി പറഞ്ഞു നടക്കുന്നു. ഇവൻ പാമ്പ്ളാനിയുടെയും തട്ടിലച്ചിന്റെയും നേതൃത്വത്തിലുള്ള രൂപതയിൽ എങ്ങനെയാണ് പാരിഷ് കൌൺസിൽ നേതാവായത്? എന്തുകൊണ്ടാണ് തട്ടിലച്ചനും പാമ്പ്ളാനി പിതാവും ഈ മാർപ്പാപ്പ കുർബാനയെ അനുകൂലിക്കാതെ ഈ നാറിയുടെ വാക്ക് കേട്ട് മുന്നോട്ടു പോകുന്നത്? അപ്പോ ഭീഷണിയാണോ, പണത്തിന്റെ ആധിക്യമാണോ, പേടിയാണോ? ഇവന് പച്ചിലപ്പുഴുക്കളുടെ സാന്നിധ്യത്തിലാണ് വിലസുന്നതെന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. ഇവന്റെ പിന്നിൽ ആരാണ്? നമ്മൾ ചിന്തിച്ച് ഇവനെ എത്രയും വേഗം അതിരൂപതയുടെ പാസ്റ്റർ കൌൺസിൽ അംഗത്വത്തിൽ നിന്ന് മാറ്റിയില്ലെങ്കിൽ ക്രിസ്ത്യാനികളായി നമ്മൾ വിഷമിക്കേണ്ടി വരും. ഇവനെ മാറ്റി നിർത്തി നിങ്ങൾ സമരം ചെയ്യൂ. ഇവൻ പച്ചിലപ്പുഴുക്കളുടെ സാന്നിധ്യത്തിൽ അവരുടെ കയ്യിൽ നിന്ന് നക്കി തിന്നാൻ നടക്കുന്ന ഒരു വ്യക്തിയാണ്. ആയതിന്റെ പേരിൽ ഇവന്റെ സ്വത്തുക്കളെല്ലാം അന്വേഷണ വിധേയമാക്കിയാൽ ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാം. ഇത് മനസ്സിലാക്കി പാമ്പ്ളാനി പിതാവും തട്ടിൽ പിതാവും മുന്നോട്ട് പോയില്ലെങ്കിൽ അവസാനം വലിയ കർത്താവ് ചുമതലയേക്കാൾ വലിയ കുരിശ് ചുമന്നുകൊണ്ട് മുന്നോട്ട് പോകേണ്ടി വരും. മാർപ്പാപ്പയെ എതിർക്കുന്ന, മാർപ്പാപ്പ പറഞ്ഞതനുസരിക്കാത്ത ഇവനെയൊക്കെ എങ്ങനെ സീറോ മലബാർ സഭയിലോ അല്ലെങ്കിൽ കർത്താവിൽ വിശ്വസിക്കുന്ന നമ്മൾ ചുമക്കേണ്ടിയിരിക്കുന്നു? ഇത് ചിന്തിക്കേണ്ടത് അങ്കമാലി അതിരൂപതയിലുള്ള ക്രിസ്ത്യൻ സമൂഹമാണ്. മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ പുഴുവിനെ ഒന്നുകിൽ കീടനാശിനി അടിച്ച് ഓടിക്കുകയോ അല്ലെങ്കിൽ തല്ലിക്കൊല്ലുകയോ വേണം. അല്ലെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനികൾ കരയേണ്ടി വരും.